കഴിഞ്ഞ ദിവസം സലീം കുമാർ മരിച്ച് സലീം കുമാറിന്റെ ശവമടക്കവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് മീഡിയാസിന്റെ തള്ളിക്കയറ്റം, എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിന്റെ തള്ളിക്കയറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മകൻ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ, സോഷ്യൽ മീഡിയയല്ല പൊതുവെ സിനിമാ മേഖലയിൽ നിന്നാണെങ്കിലും പൊതുമേഖലയിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ചർച്ചയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതായത് വളരെ മോശം, അത് എപ്പോഴും പറയാറുണ്ട്, മറ്റേ എന്തിലും നമ്മളിത് കാണുമ്പോൾ വളരെ മോശം എന്ന് പറയാറുണ്ട്. എങ്കിലും ഇപ്പോൾ ഒരാൾ പ്രതികരിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചന്തു, അദ്ദേഹത്തിന്റെ മകൻ, പിന്നെ സലീംകുമാറിന്റെ മകൻ, അദ്ദേഹം ശക്തമായി നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. അത് എല്ലാ മലയാളിക്കും ഒരുപക്ഷെ ഈ നവമാധ്യമങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമായിട്ട് തോന്നുന്നു. നവമാധ്യമങ്ങളെല്ലാം എന്ന് പറയുന്നില്ല, ഇപ്പം നമ്മളൊരു ഓൺലൈൻ മീഡിയയാണ്. അതുപോലെ നിരവധി ഓൺലൈൻ മീഡിയകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പുറത്തും, കേരളത്തിന് പുറത്തും ലോകത്തൊട്ടാകെ ഈ പുതിയ മാധ്യമങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ കുറേ കാലം ഡിഗ്രി എടുക്കുന്നു, അല്ലെ PG എടുക്കുന്നു, ജേർണലിസം പഠിക്കുന്നു, ചിലപ്പം PG ഡിപ്ലോമ ആയിരിക്കും, ചിലപ്പം ഡിഗ്രി കോഴ്സ് ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ PG ആയിരിക്കും. ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഓരോ മാധ്യമങ്ങളുടെ പിന്നാലെ നടക്കുന്നു, ഇന്റേൺഷിപ്പ് ചെയ്യുന്നു എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ത്യാഗം സഹിക്കുന്നുണ്ട്. കുറെ കാലം ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, പിന്നെ ട്രെയിനി ആയിട്ട് കയറുന്നു. ട്രെയിനി ആയിട്ട് ഏകദേശം 6, ചിലപ്പോൾ ഓരോ മീഡിയയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് 6 ആകാം, 1 വർഷമാകാം. അങ്ങനെ തുച്ഛമായ വേതനത്തിൽ നമ്മളെല്ലാവരും മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒടുവിൽ നമ്മളിപ്പം ഇങ്ങനെ എത്തി നിൽക്കുന്നു. എന്നിട്ട് എന്നാൽ ചില ആൾക്കാരുണ്ട്, ഒരു ആകെപ്പാടൊരു മൊബൈൽ ഫോൺ മതി അവർക്ക്, ഒരു മൊബൈൽ ഫോണും ഒരു സ്റ്റിക്കും മാത്രം മതി അവർക്ക് മാധ്യമ പ്രവർത്തകരാകാൻ. എന്നിട്ട് ഇതും കൊണ്ടിട്ട് കയറി ചെല്ലുന്ന ഇവിടെ മരണ വീടുകളെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ആറ്റുകാൽ പൊങ്കാലയെന്നോ ഉദ്ഘാടനമെന്നോ ഒന്നും ഇല്ലാതെ കുത്തിക്കയറി ചെല്ലുന്ന ഒരു വിഭാഗം ആളുകളായി മാറുന്നു. ഇവിടെയൊക്കെ പേരുദോഷം വരുന്നത് മാധ്യമങ്ങൾക്കാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ എന്താ പറയുക, സാമൂഹ്യ മാധ്യമങ്ങളെന്ന് പരക്കെ വിളിക്കുന്ന ഓൺലൈൻ മീഡിയാസിനാണ്, എല്ലാവർക്കുമാണ്. മര്യാദയ്ക്ക് മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും ഇതൊരു അപമാനകരമായ കാര്യം തന്നെയാണ്. ആക്ച്വലി ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ അവിടെ ശരിക്കും ഈ സലീംകുമാറിന്റെ മരണം, ആ മരണവുമായി അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്, കേരളത്തിന്റെ എല്ലാവർക്കും സമ്മതനായ ഒരു വ്യക്തിയാണ്. കേരളത്തിലെ പിന്നെ ആബാലവൃദ്ധം ജനങ്ങൾക്കും സലീംകുമാറിന്റെ കോമഡികൾ ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ആ ഒരു ദുഃഖത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഈ അടക്കുന്ന ചടങ്ങുണ്ടല്ലോ, ശവമടക്ക് എന്ന് പറയുന്ന ചടങ്ങ്, ആ ചടങ്ങ് അവരുടെ സ്വന്തമാണ്. ദാറ്റ് മീൻസ് ആ പറയുന്ന വീട്ടുകാർക്ക് സ്വന്തമാണ്. അതായത് അദ്ദേഹത്തിന്റെ 2 മക്കളുണ്ട്, ആരോമലും ചന്തു. അപ്പം ആ 2 മക്കൾക്ക് സ്വന്തമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്വന്തമാണ്, അവരുടെ ബന്ധുക്കൾക്ക് സ്വന്തമാണ്. അപ്പോൾ അത് അവരുടെ സ്വകാര്യതയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അവരുടെ കണ്ണീരുണ്ടാവാം, അല്ലെങ്കിൽ അച്ഛൻ്റെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുൻപായിട്ട് ചിലപ്പം ചന്തുവിന്, അല്ലെങ്കിൽ ചന്തുവിനോട് പറഞ്ഞിട്ടുണ്ട് അത്ര കരയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും അവർക്ക് ഒന്ന് ആ മൃതദേഹത്തോട് ഒരു അന്തിമോപചാരം, അല്ലെങ്കിൽ ഉപചാരത്തിനപ്പുറത്തേക്ക് അന്തിമമായ ഒരു സ്നേഹപ്രകടനം നടത്തുക എന്നൊക്കെ പറയുന്നത് അവരുടെ സ്വകാര്യതയാണ്. അതിനനുവദിക്കുക എന്നുള്ളതാണ് ഏതൊരു മാധ്യമമാണെങ്കിലും മര്യാദയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം. അത് ചെയ്തു കൊടുക്കാതെ അതിന് ചുറ്റും കിടന്ന് തിരിഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നൊരു പ്രവണതയുണ്ട്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ പ്രിയപ്പെട്ട ഇന്ന ആളെ കാണാനായി ഇന്നാളെത്തിയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. ഇപ്പം കണ്ണീരണിഞ്ഞു, ഒരാള് കാണാൻ വരുന്നു, ശരിയാണ്, മരണപ്പെട്ട് കിടക്കുന്നത്, ആര് മരിച്ചു എന്ന് പോലും അറിയില്ല. പ്രിയ സുഹൃത്തിനെ കാണാനായി എത്തിയ പ്രിയ നടൻ കണ്ണീർ വാർക്കുന്നു. പ്രിയ സുഹൃത്തിനെ കാണാനായിട്ട് ആരാ ഈ സുഹൃത്ത് നമുക്കറിയാൻ പറ്റില്ല. ഈ പറയുന്ന ഈ ഒരു ക്യാപ്ഷനും കൊടുത്തിട്ട്, ഒരു ക്ലിപ്പ് ബൈറ്റും കൊടുത്തു, അല്ലെങ്കിൽ ഒരു ക്യാപ്ഷനും കൊടുത്തിട്ട് ഇവരിതിങ്ങനെ കയറ്റി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ടൈറ്റിൽ കൊടുത്തിട്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പോരായ്മ ഇവിടെ. എന്നാൽ ഇവിടെ മാധ്യമപ്രവർത്തനം ഇന്നോ ഇന്നലെയാണോ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത്? ഇപ്പം പിന്നെ നമുക്കറിയാം, നമ്മുടെ EK നയനാരുടെ വിലാപയാത്ര ഇവിടെ നിന്ന് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റം വരെ എത്തി. ആ സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഈ ഓൺലൈൻ മീഡിയ ഉണ്ടായിട്ടാണോ നമ്മൾ ഇതെല്ലാം കണ്ടത്? അല്ല. ഇവിടുത്തെ ബാക്കിയുള്ള മാധ്യമങ്ങളാണ് അത് കാണിച്ചത്. അത്രയും ഹൃദയസ്പർശിയായി നമ്മളെല്ലാവരും ആ വികാരം ഏറ്റുവാങ്ങി എന്തുകൊണ്ടാണ് നമുക്ക് അത്രയും ഇഷ്ടം തോന്നിയ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് EK നായനാർ. അത് എന്ന് പറയുന്നവരാണ്. ഇപ്പം ഉമ്മൻചാണ്ടിയെ കൊണ്ടുപോയി,
അപ്പൊ ഇവിടെ എല്ലാം ഈ കടന്നുകയറ്റം എന്തിനാണ്? ആ പാട് ഇന്നത്തെ ആൾക്കാരുടെ വിചാരം എൻ്റെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, എൻ്റെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകനായി എന്ന് കരുതുന്ന മടയത്തരമാണ്. ഇതൊക്കെ കാരണം എന്താണ്? ഈ പറയുന്ന ഇപ്പം യൂറോപ്യൻ സംസ്കാരം അനുസരിച്ച് അവിടെ പാപ്പരാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മാധ്യമ പ്രവർത്തകർ, അതായത് ടാബ്ലോയിഡ് എഴുത്തുകാരും ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നവരെ പാപ്പരാസികൾ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു പാപ്പരാസി സമ്പ്രദായം നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല. എന്താണ് ആറ്റുകാൽ പൊങ്കാല? സവിശേഷമായി കേരളത്തിലെ ഭക്തി പാരവശ്യത്തോടു കൂടി കേരളത്തിലെ വനിതകൾ ആറ്റുകാൽ അമ്മയ്ക്ക് അർപ്പിക്കുന്ന നിവേദ്യമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പരക്കെ അറിയപ്പെടുന്നത്. നമുക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും ഭക്തി പാരവശ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ്. അവിടെ എത്തുന്ന സ്ത്രീജനങ്ങൾക്ക് മതം ജാതി ഒന്നും നോക്കാതെ വെള്ളവും ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംസ്കാരം കൂടി അവിടെ ഉടലെടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഈ ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും കൊതുക് തന്നെ ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറയുന്ന ഒരു കവിവചനമുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് നമ്മുടെ പുതിയ മാധ്യമങ്ങളുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അതായത് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ബന്ധുക്കളുണ്ടാവാം, നമുക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടെന്നുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ ഉണ്ടാവാം. എല്ലാവരും കൂടെ നിരന്ന് നിന്ന് പൊങ്കാല ഇടുന്ന ഒരു സവിശേഷമായ, അവിടെ എല്ലാവരും തുല്യരാണ്. അവിടെ ഈ പറയുന്ന പോലെ ചിത്ര ചേച്ചി അവിടെ വന്ന് പൊങ്കാല ഇടാറുണ്ട്, ചിപ്പി എന്ന് പറയുന്ന നടി അവിടെ വന്ന് പൊങ്കാല ഇടാറുണ്ട്. അതൊക്കെ സ്ഥിരമായി പൊങ്കാല ഇടുന്ന ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ അവിടെ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ അവരെയൊക്കെ ഏത് കണ്ണുകൊണ്ടാണ് കാണേണ്ടത്? അല്ലെ, ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം. എന്നാൽ ചില ദുഷ്ടലാക്കോടുകൂടി അവിടേക്ക് എത്തുന്ന ചില ഇപ്പോഴത്തെ പറഞ്ഞ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ, വേറെ മൊബൈലും കൊണ്ട് ഇറങ്ങുന്നവർ. അവിടെയൊക്കെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഇതുകൊണ്ട് ആ ചാനൽ വരുന്നു, നീ ഡ്രസ്സും എല്ലാം മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ പിടിച്ചിടൂ എന്ന് കൂട്ടത്തിൽ നിൽക്കുന്ന സ്ത്രീകളോട് പറയേണ്ട ഗതികേടിലേക്ക് എത്തി. അല്ലെ, എന്തുകൊണ്ടാ? അതേസമയം എത്രയോ കാലങ്ങളായിട്ട് എത്രയോ ചാനലുകൾ അവിടെ നിന്ന് ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആറ്റുകാൽ പൊങ്കാല. ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്തവണ അങ്ങനെ പറയേണ്ടി വരുന്നത്? ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ സാംസ്കാരികമായ അധപ്പതനം ഇത്തരം മാധ്യമങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. അവർക്ക് പറയേണ്ടി വരുന്നത്, നിനക്ക് ഡ്രസ്സും എല്ലാം മാറി കിടപ്പുണ്ട്, പിടിച്ചിട്ടുള്ളൂ എന്ന് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന വേദിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് അവസ്ഥ. ഇതുകൊണ്ടാണ് ഇവരെ പാപ്പരാസികൾ എന്നുള്ള ഒരു മുദ്ര ചാർത്തി ഇവരെ അങ്ങ് ഒഴിവാക്കി വിടേണ്ട അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഒരു മരണം നടന്നാൽ അവിടെ, ഒരു പൊങ്കാല നടന്നാൽ അവിടെ, ഒരു ഉദ്ഘാടന ചടങ്ങ് നടന്നാൽ അവിടെ, ഇനി ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ഇവർക്കാർക്ക് ഒരു വനിത അല്ലെങ്കിൽ പോട്ടെ ഒരു ചലച്ചിത്ര നടികൾക്ക് പോലും മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. എന്തിന്? നാണം കെടുത്തുന്ന അവസ്ഥയല്ലേ? നാണം കെടുത്തുന്ന ഒരു എല്ലാ മാധ്യമങ്ങളെയും പറയിപ്പിക്കും. ഈ പറയുന്ന പോലെ ഒരു അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു നടി നടന്നു വരണമെങ്കിൽ ആ നടി എടുക്കുക ചെന്ന് കുശലാന്വേഷണം എവിടെ പോയിട്ട് വരിക? ഇതൊരു മാധ്യമപ്രവർത്തനം ചോദിക്കേണ്ട ചോദ്യമാണോ? ഒരു നടി നടന്നു വരുമ്പോൾ എന്തെല്ലാം ആവശ്യത്തിന് പോവാം, അല്ലെങ്കിൽ അതിനെ പറ്റി ഒരു അവരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇഷ്യൂ ആണോ? അല്ലല്ലോ. എവിടെ പോവാ? എന്ത് പറയുന്നത്? എന്നിട്ട് ചേച്ചി നടന്നു വരുന്നത് കണ്ടപ്പോൾ ഒറ്റയ്ക്ക് റോഡ് മുറിച്ച് കടക്കുന്ന ഇന്ന ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷനും കൊടുത്തിട്ട് ഇവന്മാർക്ക് ഒരു നാണക്കേടും ഇല്ല. എന്തിനാ? വ്യൂ കിട്ടുക, അത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് അതും ധാരാളം ആൾക്കാരല്ല. കാര്യം എല്ലാം ഞരമ്പന്മാർ കൊടുക്കുന്ന ട്രീറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ വൈകൃതം നിറഞ്ഞിട്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ. അതൊരു വലിയ മോശപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അത് മാറിക്കൊണ്ടിരിക്കുക. അതെല്ലാം ഈ കൊച്ചി ബേസ്ഡ് ആയിട്ട് പോകുന്ന കുറെ ഓൺലൈൻ മാധ്യമങ്ങളാണ്. എനിക്ക് തിരുവനന്തപുരം കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇക്കാര്യത്തിൽ. ഈ കൊച്ചിയിൽ നിന്ന് വരുന്ന ആൾക്കാർ തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ മോഹൻലാലിന്റെ അമ്മ മരിച്ച സമയം അങ്ങനെയൊക്കെ പറയുന്ന കുറേയധികം ആൾക്കാർ ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നുണ്ട്. അവരെല്ലാം ഈ കൊച്ചിയിൽ നിന്ന് വരുന്ന ആൾക്കാർ. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറി അതൊരു പാപ്പരാസികൾ എന്ന് വിളിക്കുന്ന ഒരു തരത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക, ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം മാധ്യമ പ്രവർത്തകന് പോലും ഒരു നടനോടോ നടിയോടോ ചോദ്യം ചോദിക്കുമ്പോൾ റെപ്യൂട്ടേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ആ ചോദ്യത്തിന് ഒരു മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ആ മാധ്യമപ്രവർത്തകനോട് ആ ഇരിക്കുന്ന പത്രസമ്മേളനം നടത്തുന്ന നടനോ നടിയോ ഹൂവർ അവരുടെ ഒരു റെസ്പോൺസ് ഉണ്ടാവണം. ആ റെസ്പോൺസ് എടാ നീ അവിടെ ഇരിയടാ എന്ന് പറയുന്ന രീതിയിലായിരിക്കരുത് ആ റെസ്പോൺസ് വരുന്നത്. പക്ഷെ ഇന്നത്തെ ഇവർ കാരണം ആ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന അങ്ങനെ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് പോലും ഇന്ന് നടന്മാരുടെ നടിമാരുടെ ആട്ടും തുപ്പും കിട്ടേണ്ട ഒരു ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചത് ഇവര് കാരണം, ഈ പാപ്പരാസികൾ കാരണമാണ്. മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാതെ ഇപ്പൊ ഒരു നടനും നടിക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവര് ഒരു കാറിനകത്തോട്ട് കയറാൻ സമ്മതിക്കൂല. അവര് തിരക്ക് പിടിച്ച് പോവാൻ നിൽക്കുന്ന നടി എടുക്കുക ചെന്ന് കുശലാന്വേഷണം നടത്തേണ്ട ആവശ്യം എന്തോ? ഇതൊക്കെയാണ് പറയുന്നത്
എന്നിട്ട് വലിയ കൊഞ്ചിച്ചത് കണ്ടോ, മറ്റത് കണ്ടോ, മറിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്യാപ്ഷൻ എഴുതിയിടും. ഇതാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ. അപ്പം തീർച്ചയായിട്ടും ചന്തു എന്ന് പറയുന്ന നടൻ, സലിംകുമാർ എന്ന് പറയുന്ന ഒരു നടന്റെ മകൻ കൃത്യമായ മറുപടിയാണ് കൊടുത്തത്. ഇതിനൊക്കെ സർക്കാർ ഇടപെടൽ ഉണ്ടാവണം. സർക്കാർ ചടങ്ങുകളിലോ അതുപോലെ ഇത്തരം മഹത് വ്യക്തിത്വങ്ങളുടെ മരണം ചടങ്ങുകളിലോ ഒക്കെ മീഡിയയെ കാണാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ചിലയിടങ്ങളിലൊക്കെ മീഡിയയ്ക്ക് വേണ്ടി പ്രത്യേക ഏരിയ വെച്ചിട്ടുണ്ട്. അതായത് മെയിൻ സ്ട്രീം മീഡിയാസിലെല്ലാം നിൽക്കാൻ വേണ്ടിയിട്ടും എനിക്ക് ആരുടെയൊക്കെയോ മരണസമയത്താണ് ഞാനത് കണ്ടിട്ടുള്ളത്. ഈ മീഡിയാസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്പേസ് അവിടെ മാധ്യമങ്ങളുടെ എല്ലാം വരുന്നവർക്ക് അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് അവിടെ മാധ്യമങ്ങളെല്ലാം ഇതുകൊണ്ട് വെച്ചിട്ടുണ്ട്. മൈക്ക് ഐഡീസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ ക്യാമറമാന്മാരും ഉണ്ടാവും. അപ്പം ആര് വന്നിരുന്നാലും നേരെ അവിടേക്ക് ചെന്നിട്ട്, അല്ല പുറകിന് ഓടി നടന്നിട്ട് അവർ കരയുന്നതിൻ്റെയും കണ്ണീരൊപ്പുന്നതിൻ്റെയും ഒന്നും അല്ല, നേരെ അവിടെ ചെല്ലുക, അവിടെ നിന്നുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്താം. ആ രീതിയിലുള്ള ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. അത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം പുലർത്തിപ്പോരുന്ന ഒരു പൊതു തത്വം കൂടിയാണ്. ഇത് ഇവർക്കൂടെ ബാധകമാക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരെയൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ വി.ഡി. സതീശൻ അവിടെ ചെല്ലുന്നു. വി.ഡി. സതീശൻ കുറച്ച് PR വർക്ക് അവിടെ നടത്തി എന്നുള്ള വേറൊരു കാര്യം, അത് വിട്ടേക്കും. വി.ഡി. സതീശൻ അവിടെ വരുന്ന സമയത്ത് ഒരു കോൺഗ്രസ്സുകാരന്റെ ബുദ്ധിയില്ലായ്മയാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രി എന്തിനാണ് അവിടെ വരുന്നത്? പാർട്ടി പരിപാടിക്ക് വരികയല്ല. അവിടെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു നടൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്നു. ആ നടനെ കാണാനായിട്ട് വരിക. ആ വരുന്ന സമയത്ത് ഒരാൾ ഇതാ ഷാളും കൊണ്ടില്ല, ത്രിവർണ്ണ ഷാള്. പക്ഷേ വി.ഡി. സതീശൻ അല്പം വിവേകം ഉണ്ടായിരുന്നുകൊണ്ട് ആ ഷാള് തട്ടി മാറ്റിയിട്ട് അദ്ദേഹം പോയി. അത് പിന്നെ എന്താണ്, അവിടെ അദ്ദേഹം വന്നത് പാർട്ടി പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നതല്ല എന്നൊരു ബോധമില്ലാത്ത കോൺഗ്രസ്സുകാർ വരെ ഉണ്ട്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. അപ്പം ഇങ്ങനെ ബോധമില്ലായ്മ എന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലും ഉണ്ട്. ഈ മാധ്യമ പ്രവർത്തകരുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ ചെയ്യുന്ന തെറ്റായ സമീപനമാണ്. അവർ എടുക്കുന്ന രീതികൾ തെറ്റാണ്. ഈ പറയുന്ന പോലെ മറ്റ് മാധ്യമ പ്രവർത്തകർക്ക് മര്യാദയ്ക്ക് ഈ പണിയും കൊണ്ട് നടന്ന് അത് പാടുപെട്ട് നടന്നിട്ട്, അതാണ് പാടുപെട്ട് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരുണ്ട്. അത് ഓൺലൈനിലും ഉണ്ട്. അവർക്കൂടെ പേരുദോഷം ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. സർക്കാർ കൃത്യമായി അതിനകത്തൊരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്.